ബഹുമാനപ്പെട്ട ജയസൂര്യ വക്കീൽ പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചുവിടുന്ന രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഇല്ല, സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന കാര്യമൊന്നും ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അല്ല, ഞാൻ അദ്ദേഹം അല്ല, അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഉള്ളവർ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഒന്ന് ഞങ്ങളെ ഒന്ന് പിരിച്ചുവിടണമേ എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ ജയസൂര്യ വക്കീൽ പറഞ്ഞാൽ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടാണ് ഉദ്ദേശിച്ചുകൊണ്ട് സുപ്രീം കോടതി അപേക്ഷ അത് ചാർജ് ചെയ്തതുകൊണ്ടൊന്നും ഒരിക്കലും കേന്ദ്ര സർക്കാരിന് പിരിച്ചുവിടാൻ പറ്റില്ല, രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോൾ ഗവർണർ റിപ്പോർട്ട് വാങ്ങിച്ച് പരിപൂർണമായിട്ട് പരാജയം, ശരിയാണ്, തുടർന്ന് അക്രമങ്ങൾ ഉണ്ടാകുകയും. അല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് ബലദേവ്, അതായത് സംസ്ഥാനത്തെ പ്രഥമ പൗരന് പോലും അദ്ദേഹത്തിന് ഇവിടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന് ഇടപെടാമല്ലോ, അല്ലേ? അത് അല്ല, കേന്ദ്രത്തിൽ ഇടപെടാവുന്ന കാര്യങ്ങളാണ് ജയസൂര്യ വക്കീൽ പറഞ്ഞത്. എന്താ അത് വേണ്ടി വന്നാൽ മറ്റേക്ക് അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, 356 ഇൻവോക്ക് ചെയ്ത് നിയമസഭ പിരിച്ചുവിടാം, അതിനുള്ള മതിയായ ഗ്രൗണ്ട് ഒന്നും ഇതിനകത്തില്ല. രണ്ട്, വേണമെങ്കിൽ കേന്ദ്രസേന അത് ഉപയോഗിക്കാം. കേന്ദ്രസേന ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഭീഷണി കൂടിയുണ്ട്. കേന്ദ്രസേന CRPF അല്ലെങ്കിൽ BSF ഒക്കെയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെയാണ്, സാധാരണ പട്ടാളമല്ല വരുന്നത്, ഈ പാരാമിലിറ്ററികളാണ് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നത്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ധ്വനിയുണ്ട്, ഞങ്ങളെയൊക്കെ ചിലപ്പോൾ വെടി വെച്ച് കൊന്നുകളെ എന്നുള്ള ഒരു ധ്വനി കൂടി അവര് വളരെ ഗവർണർക്കെതിരെ എന്ത് കഴിഞ്ഞാൽ CRPF BSF ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കേരള പോലീസ് നമ്മുടെ ആർഷോനെ കൈകാര്യം ചെയ്ത രീതി കണ്ടല്ലോ. ആർഷോ വരൂ, ഞാനുണ്ടല്ലോ, ആർഷോ മോളെ വാ, കരയല്ലേ, അങ്ങനെയൊന്നും അനുനയിപ്പിച്ചു കൊണ്ടുപോകില്ല. പേടിക്കുന്നവരൊന്നും CRPF വന്നെന്ന് വിചാരിച്ചോ BSF അല്ലെങ്കിൽ ഇനി മിലിറ്ററി തന്നെ വന്ന പാരാമിലിറ്ററി മാറ്റി മിലിറ്ററി തന്നെ വന്നാലും പേടിക്കുന്നവരൊന്നും അല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ. അതുകൊണ്ട് അത് കാണിച്ച് ഞങ്ങളെ വരട്ടിയൊന്നും വേണ്ട. ഗവർണർക്ക് നിങ്ങൾ ഏത് സെക്യൂരിറ്റി കൊടുത്താലും സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും തകർക്കത്തക്ക രീതിയിൽ ഒരു ഗവർണർ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് ചോദിക്കേണ്ടി വരും. അതിനെതിരെ ചില കാര്യങ്ങൾ ചെയ്യും. ഈ കേന്ദ്രം ചെയ്യുന്നതെല്ലാം നാണക്കേടാണല്ലോ. കേന്ദ്രം ചെയ്യുന്ന എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പം ഈ കേരളം മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ ഗവർണർ പോരുണ്ടല്ലോ. ഒരു സ്റ്റേറ്റിൽ മാത്രമല്ലല്ലോ. ഇതിനേക്കാൾ വലിയ ഇഷ്യൂ ആണല്ലോ പഞ്ചാബിലുണ്ടായത്. അതിൽ വലിയ ഇഷ്യൂ ഡൽഹിയിലുണ്ടായി, തമിഴ്നാട്ടിലുണ്ടായി, പശ്ചിമബംഗാളിലുണ്ടായി. അവിടെ കേരളം പാസ്സാക്കുന്നതിന് മുമ്പേ നിയമം പശ്ചിമബംഗാളിൽ പാസ്സാക്കി. ഒപ്പുവെക്കുന്ന ഒരു പണി മാത്രമല്ല ഗവർണർക്കുള്ളത്. അദ്ദേഹം അത് പരിശോധിക്കും. അതിനകത്ത് സുപ്രീം കോടതി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, 2023 ഒക്ടോബറിൽ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഗവർണർ ഈസ് ഓൺലി എ റെപ്രസെന്റേറ്റീവ്, നോട്ട് ആൻ ഇലക്ടഡ് പേഴ്സൺ എന്ന് 2023 ഒക്ടോബറിൽ പഞ്ചാബ് കേസ് എടുത്തോണ്ട് പറഞ്ഞു. അപ്പൊ ഇലക്ടഡ് ചെയ്യുന്ന അവരുടെ അധികാരം ഒന്നും ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ആയിരിക്കും ഒരു സ്റ്റേറ്റിന്റെ, പക്ഷെ അദ്ദേഹത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ഒരു ഒപ്പിടുക എന്നുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു വിധമായ ഡിസ്ക്രിപ്ഷണറി പവറില്ല. ഇല്ല, അതിന് സുപ്രീം കോടതി വിധികളുണ്ട്. ഒപ്പിടാനുള്ള അധികാരം അവകാശം മാത്രമല്ല, അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം കൂടിയുണ്ട്. അങ്ങനെ ഒന്നുമില്ല. റബ്ബർ സ്റ്റാമ്പായിട്ട് ഗവർണറെ ഇകഴ്ത്തി കാട്ടേണ്ട.